നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭീഷണിപ്പെടുത്തി കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപം നടക്കുന്ന പ്രദർശനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നിയമപരമായി നേരിടുമെന്ന് DQF ഏജൻസി. NCC ദശദിന ക്യാമ്പിന് NCC ട്രെയിനിംഗ് സെന്ററിൽ സമാപനമായി. മുതിർന്ന ഡോക്ടർമാരെയും സ്റ്റാർട്ടപ്പുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് IMA ഇന്നൊവേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി സേവന വെൽഫെയർ ഫോറം. കോഴിക്കോട് നഗരത്തിന്റെ സംഗീതമുഖമായ കെ സലാമിന്റെ സംഗീതയാത്രയ്ക്ക് 50 വർഷം. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. ഭീഷണിപ്പെടുത്തി കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപം നടക്കുന്ന പ്രദർശനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നിയമപരമായി നേരിടുമെന്ന് DQF ഏജൻസി. ഇവർക്കെതിരെ നടക്കാവ് പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും DQF പ്രൊപ്പറേറ്റർ പറഞ്ഞു. ഈ പോലീസ് പ്രൊട്ടക്ഷൻ നിലനിൽക്കുമ്പോഴും ഇവര് ഗുണ്ടകളുമായിട്ട് വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ എമൗണ്ട് കൊടുക്കുക എന്നുള്ളത് 25 ലക്ഷം രൂപ ചോദിച്ച അവസാനം 5 ലക്ഷം രൂപ ബാർഗൻ ചെയ്ത് 20 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയും. 20 ലക്ഷം രൂപ കൊടുത്തില്ലെന്നുണ്ടെങ്കിലും പ്രോഗ്രാം നടത്താൻ അനുവദിക്കത്തില്ല, പ്രോഗ്രാം കത്തിച്ചു കളയെന്നൊക്കെയാണ് പറയുന്നത്, നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ പോലും അറിയില്ല, രാത്രി നിങ്ങൾ ഇവിടെ ആരും കാണത്തില്ല, 5-6 സെക്യൂരിറ്റീസ് അല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾ ആരും കൂടി ഇല്ലല്ലോ, രാവിലെ വരുമ്പോൾ ഒന്നും കാണില്ല, എല്ലാം ചാമ്പലായി കിടക്കുന്ന പറയുന്നത്. കോഴിക്കോടുള്ള ഈ സതീഷ് പാറന്നൂർ എന്ന് പറയുന്ന ആളും അജയ്ലാൽ എന്ന് പറയുന്ന ഒരു ആളും പിന്നെ നമുക്ക് അത്ര വലിയ പരിചയമില്ലാത്ത ആൾക്കാരുമാണ്, ഒരു 3-5 പേരുമുണ്ട്. ഇവരാണ് ഈ സംസാരിക്കുന്നത്. സാമ്പത്തികമാണ് അവരുടെ ലക്ഷ്യമെന്ന് 100% ഞങ്ങൾക്ക് അതോടുകൂടി മനസ്സിലാക്കാൻ പറ്റി. 1 രൂപ അവർക്ക് കൊടുക്കുകയുമില്ല. നമ്മൾ ഈ പ്രോഗ്രാം അവിടെ നടത്തിക്കുന്നത് നമുക്ക് പിന്നെ അതൊരു ഭാഷയായി മാറി. കാരണം ഒരു സംരംഭകൻ, ഒരു ബിസിനസ്സുമായ ഒരു സംരംഭകൻ ഒരു ജില്ലയിലേക്ക് വരുമ്പോൾ ഇത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ, ഈ സാമ്പത്തികം ചോദിച്ചുകൊണ്ടിരുന്ന ഈ ആൾക്കാർ ഓരോ ജില്ലയിലുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ബിസിനസ് ഇവിടെ വളർത്തുമില്ല. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങളുടെ. സ്വപ്നനഗരി ഗ്രൗണ്ടിൽ മറൈൻ വേൾഡ് ഇൻ ദി സീ ബൈ DQF എന്ന പേരിൽ മെയ് 10-ാം തീയതി പ്രദർശനം ആരംഭിച്ചത് മുതൽ ചിലർ ഭീഷണിപ്പെടുത്തുകയും അവർക്ക് 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇതിനു മുൻപ് ഇവിടെ പരിപാടി നടത്താൻ വന്നവർ ഇട്ടെറിഞ്ഞു പോയ പോലെ ഓടേണ്ടി വരുമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയായിരുന്നുവെന്ന് DQF പ്രൊപ്പറേറ്റർ പറഞ്ഞു. ഇതേ ഭീഷണി തുടർന്നതിന്റെ അടിസ്ഥാനത്തിൽ SP അടക്കം മേലുദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ഹൈക്കോടതിയുടെ വെക്കേഷൻ ബെഞ്ചിൽ നിന്നും പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുകയും ചെയ്തു. പ്രകൃതി സംരക്ഷണത്തിന്റെയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും പേര് മറയാക്കി ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്ന രീതിയാണ് ഇവരുടേതെന്നും ഇത്തരത്തിലുള്ള സാമൂഹ്യ ദ്രോഹികളെ നേരിടുമെന്നും പ്രദർശനത്തിന്റെ നടത്തിപ്പുകാർ കൂട്ടിച്ചേർത്തു. വർഷങ്ങളായി ഈ ക്രിമിനലുകൾ ബിസിനസ് സ്ഥാപനങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടി ജീവിച്ചു വരുന്നതിന് അറുതി വരുത്തണമെന്നും പ്രതികൾക്കെതിരെ എല്ലാ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. NCC ദശദിന ക്യാമ്പിന് NCC ട്രെയിനിംഗ് സെന്ററിൽ സമാപനമായി. 9 കേരള ഗേൾസ് ബറ്റാലിയൻ ക്യാമ്പാണ് 10 ദിവസങ്ങളിലായി നടക്കുന്നത്. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മെയ് 16 മുതൽ 25 വരെ വെസ്റ്റ് ഹിൽ NCC ഗ്രൂപ്പ് ട്രെയിനിംഗ് സെന്ററിൽ ആരംഭിച്ച 9 കേരള ഗേൾസ് ബറ്റാലിയന്റെ വാർഷിക ദശദിന ക്യാമ്പിന് സമാപനമായി. 370 കാഡറ്റുകൾ പങ്കെടുത്ത ഈ ക്യാമ്പിൽ വ്യക്തിത്വ വികസന ക്ലാസുകൾ, സാമൂഹ്യ സുരക്ഷാ ക്ലാസുകൾ, ആരോഗ്യ ശുചിത്വ ക്ലാസുകൾ, സ്വയം പ്രതിരോധ പരിശീലനം, ആയുധ പരിശീലനം, ഡ്രിൽ, ഒബ്സ്റ്റക്കിൾ ട്രെയിനിംഗ്, NCC വിഷയങ്ങൾ എന്നിവയുടെ പരിശീലനവും ഡൽഹിയിൽ വെച്ച് നടക്കുന്ന തൽസൈനിക് ക്യാമ്പിലേക്കുള്ള കേഡറ്റുകളുടെ പ്രാഥമിക തിരഞ്ഞെടുപ്പും പരിശീലനവും നടന്നു. ക്യാമ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്കുള്ള സമ്മാന വിതരണവും കേഡറ്റുകളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
സമാപന സമ്മേളനം കോഴിക്കോട് മേയർ ശ്രീമതി ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ BK പത്ര, 9 കേരള ഗേൾസ് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ കേണൽ വെങ്കടേശൻ R, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മേജർ നിഷ്ഠ ശർമ്മ എന്നിവർ സന്നിഹിതരായിരുന്നു. അസോസിയേറ്റ് NCC ഓഫീസർമാരായ ചീഫ് ഓഫീസർ ഷെറി ഫ്രാൻസിസ് ക്യാമ്പ് റിപ്പോർട്ടും 3rd ഓഫീസർ ദിവ്യ K നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആരോഗ്യ സംരക്ഷണത്തിലെ നവീനതയും നവയുഗ ചിന്താ നേതൃത്വവും പ്രദർശിപ്പിക്കുന്നതിനായി മുതിർന്ന ഡോക്ടർമാരെയും സ്റ്റാർട്ടപ്പുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് IMA ഇന്നൊവേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു. മെയ് 26-ന് IMA ഹാളിലാണ് കോൺഫറൻസ് നടക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സാധാരണ ഒരു ഡോക്ടേഴ്സിന്റെ ഒരു കോൺഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ഓർത്തോപെഡിക്സോ ഗൈനക്കോളജിയോ യൂറോളജിയോ പീഡിയാട്രിക്സോ അങ്ങനെ എന്തെങ്കിലും ആ ലൈനിലാണ് സാധാരണ ഞങ്ങൾ നീങ്ങുന്നത്. പക്ഷെ ഇത് വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ്. അതായത് മെഡിക്കൽ ഫീൽഡിന് ഡോക്ടേഴ്സിന് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേറെ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എക്സ്പ്ലോറിംഗ് ആണ് നാളെ ഈ കോൺഫറൻസ് കൊണ്ട് നടക്കാൻ പോകുന്നത്. അതായത് ഞങ്ങൾ ബിസിനസ് ലൈനിലേക്ക്, ഫാർമസ്യൂട്ടിക്കൽ ലൈനിലേക്ക്, ഫൈനാൻസ് ലൈനിലേക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായ കാര്യങ്ങൾ ഞങ്ങളുടെ ഡിഗ്രിയും ഞങ്ങളുടെ നോളജും ഞങ്ങളെ ഈ IQ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ബ്രാഞ്ചും കേരള സ്റ്റാർട്ടപ്പ് മിഷനും കേരളത്തിലെ പ്രമുഖ ഏഞ്ചൽ നെറ്റ്വർക്കായ മലബാർ ഏഞ്ചൽ നെറ്റ്വർക്കിനൊപ്പം ചേർന്നാണ് ആരോഗ്യ സംരക്ഷണത്തിലെ നവീകരണ പ്രവണതകൾ 2024 എന്ന കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. മെയ് 26-ന് ഞായറാഴ്ച IMA ഹാളിൽ നടക്കുന്ന ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം ഡോക്ടർമാർ പങ്കെടുക്കുമെന്നും IMA സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി സേവന വെൽഫെയർ ഫോറം. അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. മാളിയേക്കൽ റോഡ് സേവന വെൽഫെയർ ഫോറം SSLC +2 ഉന്നത വിജയികൾക്കായി അനുമോദനം സംഘടിപ്പിച്ചു. ബറാമി ഹാളിൽ നടന്ന പരിപാടി അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. അടുത്തതായി +2 ഉന്നത വിജയം അഫ്തിത, ഫാത്തിമ നേഹ സിദ്ദി, ഹിസാൻ നാസർ MC, പർവീൻ KP, ആരോൺ പുത്തലക്കൽ. സ്വാഭാവികമായും ഏതൊരു വ്യക്തിയും ഉന്നത വിജയങ്ങൾ നേടുമ്പോൾ അല്ലെങ്കിൽ ഉന്നതങ്ങൾ കീഴടക്കുമ്പോൾ അവരെ സമൂഹം ആദരിക്കുന്നത് പുതിയ ആളുകൾക്ക് ആ രംഗത്തേക്ക് വരാൻ താല്പര്യമുണ്ടാക്കാൻ കൂടിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു വാർത്ത, ഈ വർഷത്തെ SSLC റിസൾട്ട് പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച റിസൾട്ടുള്ള 3ാമത്തെ ജില്ലയായി മാറിയാൻ കോഴിക്കോട് ജില്ലയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറെ അഭിമാനകരമായി തോന്നുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് നമ്മൾ 9ാം സ്ഥാനത്തോ മറ്റോ ആയിരുന്നു. അത് 3ാം സ്ഥാനത്തേക്ക് എത്തിയെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുമുണ്ട്. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയുമായി അക്കാര്യം സംസാരിക്കുകയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനം തുടർന്നു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തും എന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് വലിയ ആശങ്കയ്ക്കിടയില്ല എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സേവന വെൽഫെയർ ഫോറം പ്രസിഡന്റ് മുഹമ്മദ് അജ്മൽ MP അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി ചെമ്മങ്ങാട് ബീറ്റ് ഓഫീസർ മുഹമ്മദ് റിയാസ്, സാമൂഹ്യ പ്രവർത്തകൻ C അബ്ദുൾ റഹീം തുടങ്ങിയവർ സംസാരിച്ചു.
ആയിഷ റസീന PP കരിയർ ഓറിയന്റേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. സേവന വെൽഫെയർ ഫോറം സെക്രട്ടറി മുഹമ്മദ് അനീഷ്, ട്രഷറർ MP ഫൈസൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായി ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണൽ വേണ്ട ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് നഗരത്തിന്റെ സംഗീതമുഖമായ K. സലാമിന്റെ സംഗീതയാത്രയ്ക്ക് 50 വർഷം. 50ാം വാർഷികത്തിൽ സലാമിനെ ആദരിക്കുകയാണ് കോഴിക്കോട് പൗരാവലി. സലാം കാക്കി സ്നേഹാദരം എന്ന പരിപാടി മെയ് 28-ന് ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടക്കും. സലാം ക നല്ലൊരു ഗായകനുമാണ്. അറ്റ് ദ സെയിം ടൈം വളരെ നല്ലൊരു ഓർഗനൈസറാണ്. കോഴിക്കോടിൽ നടന്ന മിക്ക വലിയ പരിപാടിയുടെ പിന്നിലുള്ള പ്രവർത്തനം സലാം കയുടെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പൗരാവലി ആദരാണ് നടക്കാൻ പോകുന്നത്. 28-ാം തീയതി ശ്രീനാരായണ സെന്റിനറി ഹാളിൽ വെച്ചിട്ടാണ്. സംഗീത ലോകത്ത് 50 വർഷം പൂർത്തിയാക്കിയ K. സലാമിന് കോഴിക്കോട് പൗരാവലി സ്നേഹാദരം ഒരുക്കുന്നു. മെയ് 28-ന് വൈകിട്ട് 5 മുതൽ രാത്രി 10 വരെ ശ്രീനാരായണ സെന്റിനറി ഹാളിലാണ് സലാം കയ്ക്ക് സ്നേഹാദരം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. സിനിമാ സംവിധായകൻ ഹരിഹരൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീത സംവിധായകൻ വിദ്യാധരൻ, സംവിധായകൻ VM വിനു, മേയർ ബീന ഫിലിപ്പ്, MK രാഘവൻ MP, MLA-മാരായ MK മുനീർ, തോട്ടത്തിൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രശസ്ത ഗായകരുടെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ജീവിതകാലം മുഴുവൻ പാട്ട് പാടി മറ്റുള്ളവരെ ആസ്വദിപ്പിച്ച കലാകാരന്മാരായിട്ട് അവശത അനുഭവിക്കുന്ന കുറേ ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അവർ ഈ പാട്ടുരംഗത്തൊക്കെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി അവർ ആ കൂട്ടത്തിനിടന്ന് മറഞ്ഞിരുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അത്തരം ആളുകളായിട്ടുള്ള ചിലക്കെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിൽ ചെറുതെങ്കിലായുള്ള സഹായവും എത്തിക്കാനുള്ളൊരു ശ്രമം ഈ ചടങ്ങ് മുതൽ കോഴിക്കോട്ടെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ ഒന്നിച്ച് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ട് ഈ സലാം കയ്ക്ക് ആദരവ് എന്ന ചടങ്ങോടുകൂടി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഘടനവാദാനന്തര ചിന്തകളുടെ പ്രയോഗം സമകാലീന മലയാള വിമർശനത്തിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പ്രൊഫസർ MV നാരായണൻ CS മീനാക്ഷിക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. പ്രദീപൻ പാമ്പിരിക്കുന്ന് സാമൂഹ്യ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ മഞ്ജു K. രചിച്ച ഘടനാവാദാനന്തര ചിന്തകളുടെ പ്രയോഗം സമകാലീന മലയാള വിമർശനത്തിൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. പുസ്തക പ്രകാശനം പ്രൊഫസർ MV നാരായണൻ നിർവഹിച്ചു. CS മീനാക്ഷി പുസ്തകം ഏറ്റുവാങ്ങി. സൗമ്യ KC പുസ്തകം പരിചയപ്പെടുത്തി. MC അബ്ദുൽ നാസർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KM അനിൽ, V അബ്ദുൽ ലത്തീഫ്, സോണിയ ഈപ്പ, രാധാകൃഷ്ണൻ ഇളയടത്ത്, ദിവ്യ ചന്ദ്രശോഭ തുടങ്ങിയവരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് തുടക്കമാകും. ജൂൺ 5 മുതൽ ഒരാഴ്ചക്കാലം ശോഭീന്ദ്രവാരമായി ആചരിക്കുമെന്നും ഫൗണ്ടേഷൻ സാരഥികൾ പറഞ്ഞു. ജൂൺ 5 മുതൽ ഒരാഴ്ചക്കാലം ശോഭീന്ദ്രവാരം എന്ന രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ പ്രൊഫസർ ശോഭീന്ദ്രൻ പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം, അതുപോലെ ഒരു പരിസ്ഥിതി പ്രസിദ്ധീകരണം, പരിസ്ഥിതി കോഴ്സുകൾ, പരിസ്ഥിതി പഠനയാത്രകൾ തുടങ്ങിയവയൊക്കെയാണ് നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നത്.
ശോഭീന്ദ്ര വാരാചരണത്തിന് പുറമെ പ്രൊഫസർ ശോഭീന്ദ്രൻ പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന് കീഴിൽ പരിസ്ഥിതി കോഴ്സുകൾ, പരിസ്ഥിതി പ്രസിദ്ധീകരണം, പരിസ്ഥിതി പഠനയാത്രകൾ തുടങ്ങിയവയും സംഘടിപ്പിക്കും. ജൂൺ 5 ഫൗണ്ടേഷന്റെ പ്രഖ്യാപനവും ശോഭീന്ദ്ര വാരത്തിലെ ആദ്യ ദിവസത്തെ ഇനമായ ശോഭീന്ദ്ര വൃക്ഷങ്ങളുടെ നടീലും നടക്കും. ശോഭീന്ദ്ര വാരത്തിന്റെ 2ാം ദിവസം അമ്മു എന്ന പരിസ്ഥിതി ഹ്രസ്വചിത്രം ജില്ലയിലെ 100 കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും. 3ാം ദിവസം അനുസ്മരണ യോഗങ്ങൾ സംഘടിപ്പിക്കും. 4ാം ദിവസം പരിസ്ഥിതി പ്രശ്നോത്തരിയും 5ാം ദിവസം പരിസ്ഥിതി പഠനയാത്രയുമാണ് നടത്തുക. 6ാം ദിവസം ശോഭീന്ദ്ര വര എന്ന പേരിൽ ചിത്രരചന പരിപാടി സംഘടിപ്പിക്കും. 7ാം ദിവസം കുറ്റ്യാടിയിൽ പരിസ്ഥിതി സംഗമത്തോടെ ശോഭീന്ദ്ര വാരാചരണ പരിപാടികൾ സമാപിക്കുമെന്നും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ രക്ഷാധികാരി ദീപേഷ് കരിമ്പുകര, പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ, സെക്രട്ടറി സെഡ് സൽമാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാട്ടും വിട്ടുന്നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല ഇവനെ തൊഴുവാനായും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. തമ്പുരു മ്യൂസിക് CT ദിനേശൻ മെമ്മോറിയൽ അവാർഡ് നൈറ്റ് മെയ് 31 കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കും. CT ദിനേശൻ സ്മാരക അവാർഡ് ഉൾപ്പെടെ വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രശസ്ത ഗായകരുടെ സംഗീത വിരുന്നും അരങ്ങേറും. ഞങ്ങൾ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന CT ദിനേശൻ എന്ന് പറയുന്ന 26 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ, നല്ല കീബോർഡ് ആർട്ടിസ്റ്റായിരുന്നു. ഏറ്റവും നല്ല കഴിവുള്ള അക്കാലത്ത് 26 വർഷം മുമ്പേ കീബോർഡ് ആർട്ടിസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സുശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ. പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റായിരുന്ന CT ദിനേശന്റെ സ്മരണയ്ക്കായാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത്. PV ഗംഗാധരൻ സ്മരണയ്ക്കുള്ള അവാർഡ് ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്കും, സംവിധായകൻ IV ശശി സ്മാരക അവാർഡ് സിബി മലയിലിനും, സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ സ്മരണയ്ക്കുള്ള അവാർഡ് സംഗീത സംവിധായകൻ ഔസേപ്പച്ചനും, ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്മരണാർത്ഥമുള്ള അവാർഡ് ചലച്ചിത്ര പിന്നണി ഗായകരായ PK സുനിൽകുമാർ, ലതിക ടീച്ചർ എന്നിവർക്കും നൽകും. CT ദിനേശൻ സ്മാരക അവാർഡ് പ്രശസ്ത കീബോർഡ് ആർട്ടിസ്റ്റ് KP സുശാന്തിനും സമർപ്പിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന അവാർഡ് മെയ് 31 വൈകുന്നേരം ജൂബിലി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും. ഡോക്ടർ ജയകുമാർ IAS, ആലുങ്ങൽ മുഹമ്മദ്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, നടി സീമ, KMCT ചെയർമാൻ ഡോക്ടർ K മൊയ്തു എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. തുടർന്ന് കല്ലറ ഗോപൻ, സുനിൽകുമാർ, ലതിക ടീച്ചർ, സിന്ധു പ്രേംകുമാർ എന്നിവർ ഒരുക്കുന്ന സംഗീത വിരുന്നും അരങ്ങേറുമെന്ന് സംഘാടകരായ C സാദിഖ്, M അരവിന്ദാക്ഷൻ, E വിദ്യാധരൻ, ഡോക്ടർ യഹിയ ഖാൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CITU M വാസു അനുസ്മരണ ദിനം ആചരിച്ചു. വർഗീയതയും കേന്ദ്ര സർക്കാരും എന്ന വിഷയത്തിൽ നാസർ കൊളായി സംസാരിച്ചു. മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. കോഴിക്കോട് താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ M വാസുവേട്ടൻ 12ാമത് വാർഷിക അനുസ്മരണ ദിനം ആചരിച്ചു. MC നാടുവേട്ടൻ ഹാളിൽ നടന്ന പരിപാടി യൂണിയൻ സെക്രട്ടറി EK സിദ്ധാർത്ഥൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് മാമ്പറ്റ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വർഗീയതയും കേന്ദ്ര സർക്കാരും എന്ന വിഷയത്തിൽ നാസർ കൊളായി മുഖ്യപ്രഭാഷണവും മാമ്പറ്റ ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി. CITUവിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ് മുഖ്യമായി പ്രവർത്തിച്ചു. ചെത്തുതൊഴിലാളി യൂണിയന്റെ നേതാവായിട്ട് ദീർഘകാലം വാസുവേട്ടൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ചെത്തുതൊഴിൽ മേഖലയിൽ അസംഘടിതരായ തൊഴിലാളികളെ, അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒന്നും ലഭ്യമല്ലാതിരുന്ന തൊഴിലാളികളെ
സംഘടിപ്പിച്ച് കോഴിക്കോട് താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ മുൻകാല സെക്രട്ടറി, പ്രസിഡന്റ്, CPIM മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CITU മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി, CITU ജില്ലാ ട്രഷറർ, കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, CDA ചെയർമാൻ, കോഴിക്കോട് അർബൻ ബാങ്ക് പ്രസിഡന്റ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ രക്തസാക്ഷികളെ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള പലരെയും ചരിത്രം വളച്ചൊടിച്ച് അവരെ വികൃതമാക്കി ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രക്തസാക്ഷികളെ പോലും നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും ഒരുപാട് കിടക്കുന്നില്ല. PA ചന്ദ്രശേഖരൻ, MM പ്രകാശൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അലർജി മെഡിക്കൽ ഏകദിന ശില്പശാല മെയ് 26-ന് കോഴിക്കോട്ട് നടക്കും. അലർജി ചികിത്സാ വിഭാഗത്തിലെ നൂതന ചികിത്സാ രീതികൾ ശില്പശാലയിൽ പരിചയപ്പെടുത്തുമെന്ന് SNENT ആശുപത്രി സാരഥികൾ പറഞ്ഞു. അലർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമുക്ക് എന്താ പറയാ, ഒരു അലർജിയുടെ ഗുളിക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന അലർജിയുടെ ഗുളിക അല്ലെങ്കിൽ നേരത്തെ സ്പ്രേയിലോ ഒതുങ്ങുന്ന ഒരു അസുഖമാണ് പലർക്കും ഇപ്പോഴും. അപ്പൊ വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അസുഖമാണ് അത്. ENT, ഒഫ്താൽമോളജി, പൾമണറി മെഡിസിൻ, ഡെർമറ്റോളജി, പീഡിയാട്രിക്സ്, ഇങ്ങനെ എല്ലാ വിഭാഗങ്ങളിലുമായിട്ടുള്ള ഡോക്ടർമാർ ചികിത്സിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം ഇതിന്റെ ഒരു കുറെ സാധനങ്ങൾ ഇപ്പൊ പുതുതായിട്ട് ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളും അതിനുള്ള ട്രീറ്റ്മെന്റ്സും വന്നിട്ടുണ്ട്. ലൈക്ക് ഇമ്മ്യൂണോതെറാപ്പി, പിന്നെ സ്കിൻ പ്രിക് ടെസ്റ്റ്, അല്ലെങ്കിൽ ഇൻവിട്രോ ടെസ്റ്റ് എന്ന് പറഞ്ഞ കുറെ ടെസ്റ്റുകൾ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പൊ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ബാക്കിയുള്ള ഡോക്ടേഴ്സിനൊക്കെ പരിചയപ്പെടുത്താനും അതിന്റെ പ്രായോഗിക വശങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ട്രൈപ്പൻഡയിൽ വെച്ച് നടക്കുന്നത്. കോഴിക്കോട് ട്രിപ്പൻഡ ഹോട്ടലിലാണ് കോൺഫറൻസ് നടക്കുക. മെഡിക്കൽ കോളേജ് ENT വിഭാഗം മുൻ മേധാവി ഡോക്ടർ അശോക് കുമാർ ഉദ്ഘാടനം ചെയ്യും. അലർജി ഏകദിന ശില്പശാലയിൽ 200ഓളം ഡോക്ടർമാർ പങ്കെടുക്കും. ബാംഗ്ലൂർ മണിപ്പാൽ ആശുപത്രി ENT സർജൻ ഡോക്ടർ സൗദ് അഹമ്മദ്, ഡോക്ടർ കൃഷ്ണമോഹൻ R, ഡോക്ടർ അബ്ദുൽ ലത്തീഫ് EN, ഡോക്ടർ കൽപ്പന ജോർജ്, ഡോക്ടർ സുധീർ കുമാർ, ഡോക്ടർ അർജുൻ, ഡോക്ടർ ഷിബു ജോർജ് എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുമെന്നും അലർജി രോഗാവസ്ഥയുടെ കാരണങ്ങൾ കണ്ടെത്താനുള്ള വിവിധ മാർഗങ്ങളും ചികിത്സാ രീതികളും പ്രായോഗിക പരിശീലനവും ശില്പശാലയിൽ നൽകുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീഷണിപ്പെടുത്തി കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സമീപം നടക്കുന്ന പ്രദർശനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ നിയമപരമായി നേരിടുമെന്ന് DQF ഏജൻസി. NCC ദശദിന ക്യാമ്പിന് NCC ട്രെയിനിംഗ് സെന്ററിൽ സമാപനമായി. മുതിർന്ന ഡോക്ടർമാരെയും സ്റ്റാർട്ടപ്പുകളെയും ഒന്നിപ്പിച്ചുകൊണ്ട് IMA ഇന്നൊവേഷൻ സമ്മിറ്റ് സംഘടിപ്പിക്കുന്നു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനമൊരുക്കി സേവന വെൽഫെയർ ഫോറം. കോഴിക്കോട് നഗരത്തിന്റെ സംഗീതമുഖമായ K. സലാമിന്റെ സംഗീതയാത്രയ്ക്ക് 50 വർഷം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.